ബാബു, എന്താണ് എന്റെ കാണുന്ന ഈ കോലം? ഞാനൊരൽപ്പം അതിരിക്കട്ടെ. അല്ല, എന്താണ് നീ ഈ വഴിക്കൊക്കെ? 2 പ്രാവശ്യം ഞാൻ വന്നിവിടെ. 2 പ്രാവശ്യം വാതില് അടച്ചിട്ടിരുന്ന, ആരും ഉണ്ടായിരുന്നില്ല. അത് ശരിയാണ്. 2-3 ദിവസം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അല്ല, അത് പോട്ടെ, നീ ഇപ്പൊ വന്ന കാര്യം എന്താണ്? അത് എനിക്കൊരു 100 രൂപ വേണ്ടിയിരുന്നു. അല്ല, അതെന്തിനാ? അത് എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുക? ബാബു, നിനക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. അത് വേണ്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. അതെന്തറാ, ഞാൻ തരുന്ന ഭക്ഷണം നീ കഴിക്കില്ലേ? അതുകൊണ്ടല്ല. അപ്പൊ നിനക്ക് ഈ പൈസ കൊണ്ട് ഒന്നും കൂടി വീശാനാണ് അല്ലേ? ഇത് ഞാൻ നിനക്ക് തരുന്നതേ എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്നുള്ള നിലക്കാണ്. മദ്യപാനികളെ ഞാൻ സഹായിക്കാറില്ല. അതിന് കാരണം എനിക്ക് വേണ്ടപ്പെട്ടവരെന്ന നിലയിൽ അവർ നശിച്ചു പോകാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നാ ശരി. ഷംസു, എവിടെ പോണ്? ഞാൻ നമ്മളെ ബാബുവിനെ കാണാ. അവൻ തീരെ വയ്യാത്രടാ. ആൾക്കെടുപ്പിനാണിത്രേ. എന്താ പറയാ, അവൻ കെടുപ്പിലായ? എന്നാ ബാബുവിനെ കാണാൻ ഞാനുണ്ട്. എന്തല്ലേ ഡോക്ടർമാർ പറയണതേ, അവൻ്റെ ഉള്ളിൽ ഇനിയൊന്നുമില്ല നശിക്കാൻ. ആദ്യകാലം ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറയണത്രേ. കള്ളുകൂടി കൊണ്ടാണ്. അപ്പൊ അവനൊന്ന് കാണാൻ തിരിച്ചിറങ്ങിയാണ് ഞാൻ. നമ്മളെ ബാബു അല്ലേ? ബാബുവിനെ കണ്ടപ്പോഴേ സങ്കടം വന്ന്. അവർ 2 മാസം മുൻപ് എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. അവൻ്റെ ഈ കള്ളുടിയാണ് അവനിങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഇതുപോലെ എത്ര ചെറുപ്പക്കാരാ പ്രായത്താണ്ട് കൊഴിഞ്ഞു പോകുന്നത്. എന്നാ അവർ പറഞ്ഞനുസരിക്കോ? എന്നിട്ടും ആരും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മയക്കമരുന്നും ഈ കള്ളുകൂടി കൊണ്ട് എത്ര വീടുകളാണ് നശിച്ചു പോണത്, എത്ര ചെറുപ്പക്കാർ നശിച്ചു പോണത്. ഇന്നത്തേലും ആരും കള്ളുകൂടി നിർത്തേണ്ട.